ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നുകിൽ സമൂഹത്തിന് ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ കുടുംബത്തിന് ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഗുണമുണ്ടാവണം, ഒരാൾക്കെങ്കിലും ഗുണമുണ്ടാവണം, അതും അല്ലെങ്കിൽ അവനവനെങ്കിലും ഗുണമുണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ ഭൂമിക്ക് ഭാരമല്ലേ? ഒരാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ലെങ്കിൽ അയാളുടെ ശരീരം ഭൂമിക്ക് ഭാരം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അവനവനെങ്കിലും സന്തോഷം, ഈ ജീവിതം കൊണ്ട് അവനവനെങ്കിലും സന്തോഷം കണ്ടെത്താൻ കഴിയുമെങ്കിൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ സഞ്ചരിച്ച ഒരാളായതുകൊണ്ടും അതായത് പലരുടെ മുന്നിലും വെല്ലുവിളിച്ചും ആകും എടുക്കും എന്നൊക്കെ പറഞ്ഞ് അന്നേരം അവരെല്ലാവരും നമ്മുടെ അടുത്ത് പറയും, ഇത് നിനക്ക് വേറെ പണിയില്ല, നീ നന്നായിട്ട് പഠിക്കുമായിരുന്നല്ലോ, നിനക്ക് ജോലിക്ക് വെക്കൂടെ, നിനക്ക് പണ്ട് PSC എഴുതി കിട്ടിയല്ലോ, നിനക്ക് ജോലിക്ക് വെക്കൂടെ, അല്ലെങ്കിൽ നിനക്ക് മെഡിക്കൽ ഡെപ്പാർട്ട് വർക്ക് ചെയ്തു നല്ല ശമ്പളം ഉണ്ടായിരുന്നു, നീ വിചാരിച്ചാൽ നല്ല ശമ്പളം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, അങ്ങനെ പലരും പറഞ്ഞ് നമ്മളെ ഉപദേശിച്ചുകൊണ്ട് ഈ ഉപദേശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് അവർ വിജയിക്കണമെങ്കിൽ എന്ത് വേണം, ഞാൻ നശിക്കണം. ഞാൻ വിജയിച്ചാൽ അവരുടെ ഉപദേശങ്ങൾ പരാജയപ്പെടുകയും ഞാൻ സക്സസ് ആവുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈവൻ നശിച്ച് നാരായണക്കല്ലടിച്ച് നമ്മളെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയണം, നിങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു ശരി, ഞാൻ കാണിച്ചത് മണ്ടത്തരമായിപ്പോയി. അത് പറയാൻ ഞാൻ ഒരുക്കമില്ല. എൻ്റെ തീരുമാനം വിജയിക്കണം എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. വൺസ് പരാജയപ്പെട്ടാൽ പിന്നീട് ഇവരാരുടെ മുന്നിൽ പോയി അവരെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യമൊന്നും ആ ധൈര്യം എനിക്കില്ലായിരുന്നു. ഓക്കെ, ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടാറുണ്ട്. ഒരു പക്ഷേ ഉപദേശിക്കാനാണ് എല്ലാവർക്കും എളുപ്പമെന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ കിട്ടിയ ഒരു ഉപയോഗവും ഇല്ല എന്ന് തോന്നിയിട്ടുള്ളൊരു ഉപദേശം എന്താണ്? അല്ല, ഉപദേശം ഒരു കാലത്ത് എനിക്ക് ഗുണപ്പെട്ടിട്ടില്ല, ഞാൻ സ്വീകരിക്കാറുമില്ല. ഒരു ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള പണി ഉപദേശിക്കലാണ്, ഏറ്റവും പ്രയാസമുള്ള പണി അത് പ്രാവർത്തികമാക്കലാണ്. അപ്പോൾ ഇത് ഈ ഉപദേശിക്കാൻ വരുന്നത് എനിക്ക് പൊതുവെ തീരെ താല്പര്യമുള്ള കാര്യം. ഇപ്പോഴും ചില ആൾക്കാർ ഉപദേശമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരും, എനിക്കത് ഇഷ്ടമല്ല. ഉപദേശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഞാൻ വിഷം തരുന്ന സമയത്ത്, എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു 10 രൂപ എടുത്ത് തന്നിട്ട് അല്ലെങ്കിൽ ആഹാരം മേടിച്ച് തന്നിട്ട് എന്നെ ഉപദേശിച്ചാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. സംരക്ഷിക്കുന്നവന് മാത്രമേ ഉപദേശിക്കാനുള്ള. അതായത് ഇപ്പം ഞാൻ പറയാം, ഒരാൾ ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് തന്നെ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഭയങ്കര പ്രശ്നത്തിൽ കിടന്ന് വലയുന്ന സമയത്ത് എനിക്കൊരാളത് കടമൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ട്. എൻ്റെ ഏറ്റവും വളരെ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ സാമ്പത്തിക സഹായങ്ങൾ ചോദിക്കാറുള്ളൂ. മറ്റുള്ളവരെല്ലാവരും മുന്നിൽ നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കരുതി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പുതിയതായിട്ടൊക്കെ പരിചയപ്പെടുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ അങ്ങനെ പ്രശ്നങ്ങൾ പറയത്തില്ല. അപ്പോൾ അതിൽ ചില ആൾക്കാർ പുതിയതായിട്ട് നമ്മളെ ചില വീഡിയോസും മറ്റുമൊക്കെ കണ്ടിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് അതിൽ നീ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും കേട്ടോ, നീ അങ്ങനെ ഇങ്ങനെയാവും, നീ മിടുക്കനാണ് അതൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ അവർ നമുക്ക് പൂർണ്ണ സപ്പോർട്ടായിരിക്കും ആ സമയത്തൊക്കെ അവരുടെ സംസാരത്തിൽ. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഞാനിങ്ങനെ പറയും. ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ സാഹചര്യങ്ങൾ കേട്ടിട്ട് പിന്നെയും ഇരുന്നുകൊണ്ട് ഭാവിയുടെ സ്വപ്നങ്ങളെക്കുറിച്ചല്ല എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത്. അതാ ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ 5000 രൂപ അയച്ചിട്ടുണ്ട്, തൽക്കാലത്തേക്ക് നിനക്കിപ്പോൾ ഒരു ഹെൽപ്പാവുന്നേ ആവട്ടെ, ഞാനിപ്പോൾ അത് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അതായത് എൻ്റെ അടുത്ത് കഥയൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫിലിം ഡയറക്ടേഴ്സും സിനിമയിൽ വർക്ക് ചെയ്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വന്നിരുന്ന് എൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാഷ്വലി പറഞ്ഞു പോകും. ഞാനപ്പോൾ തന്നെ ചിലപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പൈസയുടെ വെച്ചിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ട്, അപ്പം ഞാൻ കാണുന്നത് അവരിൽ എന്നെയാണ് കാണുന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ അന്നത്തെ സമയത്ത് എനിക്കൊരു 2000 രൂപ തന്നിരുന്നെങ്കിൽ, ഒരു 5000 രൂപ തന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമുക്കാരും തരാനില്ല. ഇവരാരും തന്നെ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല. കരഞ്ഞിട്ട് എന്നോട് നന്ദി പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അതായത് എനിക്കറിയാം ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരുടെയും സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഭയങ്കര മോശമാണ്. കാരണം ഈ കലാകാരന്മാർ പൊതുവേ പൈസ നോക്കാറില്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഞാൻ ഇനിയും അങ്ങനെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, അതിന് ശേഷം സമാധാനമായിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അതേസമയം ഇപ്പോഴും അതൊന്നും ഇല്ലാതെ സിനിമ എന്ന് പറഞ്ഞ ജീവിതം ഏറെക്കുറെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവരുടെ വിഷമങ്ങൾ കാണുമ്പോഴും നമ്മളിത് ചെയ്യും. അപ്പോൾ അവന് നമ്മളിത് കൊടുത്തിട്ട് അവനോട് പറയണം, എടാ അതെ നീ ഈ കഥയൊന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ പരിപാടി വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ പിന്നെയും അവൻ വിചാരിക്കും ഒന്നും അല്ലെങ്കിലും സാഹചര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടാണല്ലോ അത് പറയുന്നത്. അത് ഉപദേശം കൊടുക്കുമ്പം ഒരുവൻ്റെ സാഹചര്യം കൂടി അറിഞ്ഞു കൊടുക്കണം. അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നമ്മളിപ്പം ഉപദേശമൊക്കെ നല്ലതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഉപദേശിക്കാനുള്ള അർഹത കൂടി നേടിയവനായിരിക്കണം ഉപദേശിക്കേണ്ടത്, അല്ലാതെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഈ അഖിൽ മാരാറിൻ്റെ വ്യക്തിത്വം ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. താങ്കൾ പറയുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ നിലപാടുകൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ ചിലപ്പോൾ പറയുന്നത് അവൻ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവനാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ താങ്കളുടെ സ്വഭാവത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഫാക്ട് എന്ന് പറയുന്നത് എന്തായിട്ട് സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ? ഞാൻ മറ്റുള്ളവരുടെ നന്മയെ കരുതി മുൻകൂട്ടി, അതായത് കാലത്തെ മുൻകൂട്ടി കണ്ട് പറയുന്ന എല്ലാ തീരുമാനങ്ങളിലും എന്നെ ആൾക്കാരെൻ്റെ ശത്രുക്കളായിട്ടുണ്ട്. അവർക്കിത് മനസ്സിലാക്കി വരാൻ ഒരു 3 വർഷമെങ്കിലും എടുക്കും. പിന്നീട് വരെല്ലാവരോടും മാപ്പും പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ ഇന്നും ഈ നിമിഷങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്
അത് അതായത് എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഒരാളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഇത് എന്താകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നമുക്ക് പല ആൾക്കാർ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇതൊക്കെ ആകും എന്നുള്ളൊരു എനിക്ക് ഉദാഹരണം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഇത് തന്നെ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളടുത്തും പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അതായത് നമുക്ക് ദൈവം തന്ന ഈ ഒരു കഴിവ് വെച്ചിട്ട് അല്ലെങ്കിൽ അത് നീ ചെയ്യുന്നത് ശരിയല്ല, അത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ഇവർ അതിനെ വേറൊരു തലത്തിലായിരിക്കും കാണുന്നത്. അവർ വിചാരിക്കും, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു കാര്യം വാങ്ങാൻ പോകുന്നു, എടുക്കാൻ പോകുന്നു, അപ്പോൾ അവർ വിചാരിക്കും അപ്പോൾ ഇവനെന്തെങ്കിലും ഇനി അസൂയ ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിനകത്ത് ഇവനെന്താണ് പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു ചിന്തകളുടെ പുറത്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ പറയുന്നത് അപ്പോഴും ഞാൻ ക്ലാരിറ്റിയോടെയാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് ഇത് ഇന്നത് ഇങ്ങനെ പറയും. ഈ ആൽക്കമിസ്റ്റ് പുസ്തകത്തിൽ ഈ പൗലോ കൊയ്ലോയുടെ പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഫാത്തിമയെ ഇപ്പോൾ കല്യാണം കഴിച്ചാൽ ആദ്യത്തെ 1 വർഷം നീ സന്തോഷത്തോടുകൂടി ജീവിക്കും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിയെ വന്നു തുടങ്ങും, 3-ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് നിന്റെ ലക്ഷ്യം നിന്നെ തേടിയെത്തും, അപ്പോൾ നിന്റെ ലക്ഷ്യത്തിന് തടസ്സം നിന്നത് ഫാത്തിമയാണെന്ന് നിനക്ക് തോന്നി തുടങ്ങുമ്പോൾ നിന്റെ ജീവിതം നശിപ്പിച്ചത് ഫാത്തിമയാണെന്ന് തോന്നും. അപ്പോൾ ആ സമയത്ത് ഇയാളിലെ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ശേഷിയുള്ളൊരു കഥാപാത്രമാണല്ലോ ഈ ഇതിലെ നായകൻ. അതുകൊണ്ടാണല്ലോ രാജാവിന് ഇയാൾ വേണ്ടപ്പെട്ടവനായി മാറുന്നത്. അപ്പം നിന്റെ ചിന്തകൾ തെറ്റും, അപ്പോൾ രാജാവിന് നീ വേണ്ടപ്പെട്ടവനല്ലാതായി മാറും. ഒരു 4 വർഷത്തോടു കൂടി നിന്റെ ജീവിതം പൂർണ്ണമായി അവസാനിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഫാത്തിമയെ കല്യാണം കഴിക്കണോ, നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് പോകണോ എന്ന് ഇതിൽ ആൽക്കമിസ്റ്റ് സാന്റിയാഗോയോട് പറയുന്നത് പോലെ ഞാനും പറയും, എടാ ഇത് ഇന്നത്. ചിലപ്പം ചിലർ അത് മനസ്സിലാക്കിയിട്ട് അവർ റിയലൈസ് ചെയ്യും. അല്ല, നമ്മൾ ചുമ്മാതെ കാടടച്ചൊന്നും ഞാൻ പറയില്ല. ഞാൻ ഏത് മാറ്റർ പറഞ്ഞാലും അതിന് ഞാനൊരു പറയുന്ന ആളോട് ഞാനൊരു വ്യക്തത കൊടുക്കും. ഇത് എന്തുകൊണ്ടാണ്, ഇപ്പം ഞാൻ എടുക്കുന്ന പല വിമർശിക്കപ്പെടുന്ന നിലപാടുകളായിക്കോട്ടെ, എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളായിക്കോട്ടെ, എൻ്റെ അടുത്ത് ഒരാൾ അതിനെ എന്തുകൊണ്ടാണ് അഖില ആ വിഷയത്തിൽ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു? വെറുതെ ചുമ്മാതെ അന്ധമായ രാഷ്ട്രീയ ഇതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേ സുരേഷ് ഗോപിയോടുള്ള അന്ധമായ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ആ പറഞ്ഞതിന് എനിക്ക് വളരെ വ്യക്തമായ കാരണമുണ്ട്. ഞാൻ പറയുന്ന കാരണങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ മാറ്റർ ശരിയാണോ ഇല്ല നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഈ അടുത്തിടെ ഞാൻ പറഞ്ഞായിരുന്നു, നടൻ ദിലീപ് വിഷയത്തിൽ ഭാവിയിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും മാപ്പ് പറയും. അപ്പോൾ ഇത് പറഞ്ഞപ്പം അഖിലേട്ടാ നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്, പക്ഷേ ദിലീപിനെ നിങ്ങൾ അനുകൂലിച്ചത് ഒരു രീതിയിലും ശരിയായില്ല. അയാൾ കള്ളനാണ്, മറ്റേതാണ് അയാൾ പീഡനവീരനാണ്, കുന്ത കുടച്ചക്രം എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ, അതായത് ഞാൻ ഒരു ഭാഗത്ത് മറ്റേ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ ഞാൻ റൈസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ദിലീപിനെ പോലെ ഒരാളെ ഞാൻ പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇരട്ടത്താപ്പ് നിലപാടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരാളെന്നോട് ചോദിക്കും, ഞാനിപ്പം അതായത് എനിക്കതിന് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. ഇപ്പം കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ചെയ്തിപ്പം ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും എവിടെയാണ് ദിലീപ് പ്രേക്ഷകരുടെ മുന്നിൽ കുറ്റക്കാരനായത്? പൾസർ സുനി എന്ന് പറയുന്ന ഒരുവൻ പോലീസിന് കൊടുത്ത ഒരൊറ്റ മൊഴിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്തു ബോധ്യമാണുള്ളത് ഇയാൾ ഇത് ചെയ്തു എന്നുള്ളതിന്?